കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും തീവ്രവാദത്തിന് സാമ്പത്തിക സഹായം നൽകുന്നതും ആയുധ വ്യാപനം തടയുന്നതിനുമുള്ള ദേശീയ നയത്തിന് UAE മന്ത്രിസഭ കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകി. തിങ്കളാഴ്ച അബുദാബിയിലെ കസ്റുൽ വത്തനിൽ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പ്രഖ്യാപനം. പുതിയ ഗവൺമെന്റ് സീസണിലെ ആദ്യ മന്ത്രിസഭാ യോഗമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. ഓഗസ്റ്റ് അവസാനത്തോടെ ആരംഭിച്ച പുതിയ അധ്യയന വർഷത്തിന്റെ പുരോഗതിയും യോഗം അവലോകനം ചെയ്തു. UAE സ്കൂളുകളിൽ 11 ലക്ഷം വിദ്യാർത്ഥികളാണ് പുതിയ അധ്യയന വർഷത്തിൽ പ്രവേശനം നേടിയിരിക്കുന്നത്. 2023 ഏകീകൃത സർക്കാർ സാമ്പത്തിക സ്ഥിതിവിവര കണക്കുകൾക്കും മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ഇതനുസരിച്ച് സർക്കാർ വരുമാനം 546 ശതകോടി ദിർഹത്തിലെത്തിയിട്ടുണ്ട്. അതേസമയം ചെലവുകൾ 402 ശതകോടി ദിർഹമാണ്. പൊതുസുരക്ഷ, ആരോഗ്യം, വിദ്യാഭ്യാസം, സാമ്പത്തിക കാര്യങ്ങൾ, സാമൂഹിക സംരക്ഷണം, പാർപ്പിടം എന്നിവയാണ് സർക്കാർ ചെലവുകളുടെ പ്രധാന മേഖലകളെന്നും ഇത് വ്യക്തമാക്കുന്നു. നവംബർ 5-6 തീയതികളിൽ അബുദാബിയിൽ നടക്കാനിരിക്കുന്ന UAE സർക്കാരിന്റെ വാർഷിക യോഗത്തിന്റെ അജണ്ടക്കും അംഗീകാരം നൽകിയതായി ഷെയ്ഖ് മുഹമ്മദ് അറിയിച്ചു.